ഈ ഫോണിന്റെ ലോക്ക് അഴിക്കുന്ന കോടെന്താ? മതികലയുടെ കയ്യിൽ നിന്നും രവി ഫോൺ പിടിച്ചു വാങ്ങുന്നു. കുഞ്ഞിമണിക്ക് രാജയോഗമാണെന്ന് പ്രവചിച്ച ജ്യോത്സ്യൻ ചോറൂണിന് സമയം കുറിക്കുന്നു. രാഹുലൻ കുട്ടിമണിയുമായി സ്വന്തം വീട്ടിലെത്തുന്നു. കുട്ടിമണിയുടെ ഓർമ്മ തിരികെ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുലൻ മനസ്സുജനോട് പറയുന്നു. ഫോൺ തിരികെ വാങ്ങാൻ മതികല ശ്രമിക്കുന്നു. സീതയുടെ കുഞ്ഞിനെ വാങ്ങിയവരുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങുന്ന നകുലൻ കുഞ്ഞിമണിയുടെ ചോറൂണ് വയലോരം വീട്ടിൽ വെച്ച് നടത്തരുതെന്ന് പൂക്കോടി. തുടർന്ന് കാണുക. രവി 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 ആ അച്ഛനോ? അച്ഛനത് എവിടെ തന്നെ നിന്ന് കളഞ്ഞ് ഇരിക്കച്ച? ഏയ് ഞാനിവിടെ ഇരിക്കാം. ഇങ്ങോട്ടൊന്ന് വരണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. ആ സമയം കിട്ടണ്ടേ? എപ്പോഴും ഓരോ തിരക്കാ. സത്യം പറഞ്ഞ മടുത്തു. ചിലപ്പോ തോന്നും ആർക്കു വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു. അങ്ങനെ കരുതിയ വീണ് പോകത്തേ ഉള്ളൂ അച്ഛാ. നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി അങ്ങ് പൊക്കോളൂ, അത്ര തന്നെ. ആ ശരിയാണ്. പക്ഷേ ഇപ്പൊ പഴയ പോലൊന്നും വണ്ടി ഓടിക്കാൻ വയ്യ. പ്രായമായി വരികയല്ലേ. ഒരു ഡ്രൈവറെ കൂടിയേ തീരൂ. ആ ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ തൽക്കാലം ഞാൻ കൂടെ നിന്നാ അയാളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാം. പയ്യെ പയ്യെ വണ്ടി അയാൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? രവി, എന്റെ വണ്ടി ഇനി ഓടിക്കേണ്ടത് നീയാണ്. സ്വത്തുക്കളെല്ലാം ഇവിടുത്തെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചത് മോൾക്കും കുട്ടിമണിക്കും ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. ആ ലക്ഷ്യം ബലം കണ്ടു. ഓ, സംഹരിക്കാൻ നടന്നിരുന്ന എന്റെ മോള് ഇപ്പൊ സംരക്ഷിക്കാൻ പരക്കം പായുന്നത് കണ്ടില്ലേ? ഇവിടെ ഉണ്ടവള്. ആ ഓക്കെ, എനിക്കറിയാം. എന്നെ കണ്ടിട്ട് അകത്ത് ഒളിച്ചിരിക്കുകയാണെന്നും അറിയാം. ചമ്മല് കാണും. ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് ഇപ്പോ വയലോരം വീട്ടിലെ വേലക്കാരിയുടെ അവസ്ഥയിൽ അവൾക്ക് എന്റെ മുന്നിൽ വരാൻ മടി കാണും. ആ അവളുടെ ഈഗോയെ ഞാൻ ഹട്ട് ചെയ്യുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും അച്ഛൻ അവളെ വെറുക്കാനൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അച്ഛാ ഞാൻ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാത്തത്. ഏയ്, അങ്ങനെ ദാക്ഷിണൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല രവി. അത്തരമൊരു സെന്റിമെന്റ്സും തൽക്കാലം ഇവിടെ കാണിക്കണ്ട. പിന്നെ എന്റെ വണ്ടി നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ആ നീക്കം പോലും അവളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. അച്ഛൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒക്കെ വിശദമായി പറയാം. ആ ബാലൻ എവിടെ? ബാലേട്ടൻ റൂമിലുണ്ടാവും, ഞാൻ വിളിക്കാം. ആഹാ, തമ്പി സാറോ? ആ അച്ഛന് ഒരു ചായ എടുക്കാം പച്ചമ്മേ. എടുക്കാം മക്കളെ. വെറുതെ അല്ല മതികല അകത്ത് വെരുകിനെ പോലെ വെപ്രാളപ്പെട്ട് നടക്കുന്നത്. തമ്പി സാറിനെ അവള് കണ്ടു കാണും. ഞാൻ ചായ എടുക്ക. അപ്പച്ചമ്മയുടെ സ്വഭാവം അച്ഛനറിയാലോ. ഇനി മതികലയ്ക്ക് സ്വൈര്യം കൊടുക്കത്തില്ല. വേണ്ട, കൊടുക്കണ്ട. എല്ലാവരുടെയും സ്വൈര്യം കെടുത്തിട്ട് അവൾ മാത്രം സ്വസ്ഥമായി ജീവിച്ചാ പോരല്ലോ. ആ നീ ബാലിനെ വിളിക്കരുത്. ആ ശരി അച്ഛൻ. എവിളിത് എവിടാ പോയത്?
നിന്റെ അച്ഛൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് നീ ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങോട്ട് വാടി. ഞാൻ വരില്ല അപ്പച്ചിയമ്മ. നിന്നെ ഞാൻ കൊണ്ടുപോകും. നിന്നെ കൊണ്ട് തമ്പി സാറിനെ ഞാൻ അച്ഛാന്ന് വിളിപ്പിക്കും. ഞാൻ ഇടുന്ന ചായ നിന്നെ കൊണ്ട് തമ്പി സാറിന് കൊടുപ്പിക്കുകയും ചെയ്യും. പാടി ഇവിടെ. അത് അയ്യോ അപ്പച്ചിയമ്മ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരത്തില്ല. അപ്പച്ചിയമ്മ പൊയ്ക്കോ. അതെന്താ അങ്ങനെ ഒരു വാശി? ഞങ്ങളുടെയൊക്കെ മുമ്പിൽ താണുകേടും ഞങ്ങൾ പറയുന്ന ജോലിയും ചെയ്ത് ഇവിടെ കഴിയുന്ന നിനക്ക് എന്താടി? സ്വന്തം അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഇത്ര വെപ്രാളം? അത് ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നത് പോലെ നിനക്ക് ജന്മം തന്നവന്റെ മുമ്പിലും പോയി നാടകം കളിക്കണി. അപ്പച്ചിയമ്മ പൊറുക്കണം. അച്ഛന്റെ മുമ്പിൽ ചെന്ന് ഞാൻ നിന്ന അച്ഛനത് താങ്ങാൻ കഴിയില്ല. എന്നെ ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിച്ച് മിടുക്കിയാക്കി എല്ലാം എന്നെ ഏൽപ്പിച്ചു തരണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ആ സ്വപ്നങ്ങളെല്ലാം ഞാൻ തകർത്തു. അച്ഛന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായൊരു ജീവിതം ഞാൻ തിരഞ്ഞെടുത്തു. അച്ഛനെ വേദനിപ്പിച്ചു. ആ മനോവിഷമം കൊണ്ടാ അച്ഛൻ സ്വത്തുക്കളൊക്കെ കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ചത്. എന്നെ ഇവിടെ വെച്ച് ഒരു വേലക്കാരിയെ പോലെ കണ്ട അച്ഛൻ തകർന്നു പോവും. ഒരു ഫോൺ വിളിക്കാൻ പോലെയുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിൽ എനിക്കില്ലാന്ന് കണ്ട ആ നെഞ്ചു പെടയും. അയ്യോ, വല്ല ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്ന അതിന് കാരണക്കാരി ഞാനാണെന്ന് പറയില്ലേ എല്ലാവരും? ഈ മകളെ കണ്ട് എന്റെ അച്ഛൻ നൊമ്പരപ്പെടണ്ട. കുറച്ച് ദൂരെ നിന്ന് കണ്ട് കൊതി അടക്കിക്കൊള്ളാഞ്ഞു. എന്തായാലും തമ്പി സാറിന് അപകടം ഉണ്ടാകുമെങ്കിൽ നീ വരണ്ട. പക്ഷേ പറഞ്ഞത് മുഴുവനും ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. എന്തെങ്കിലും കൊസ്രാക്കൊള്ളി ഒപ്പിച്ചിട്ടാണോ നിന്റെ വരവെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ആണെന്നങ്ങാനും തമ്പി സാറ് പറഞ്ഞ പൊന്നു മോളെ, ഇന്ന് രാത്രി മുഴുവനും നിന്നെ കൊണ്ട് ഞാൻ എന്റെ കാല് തിരുമിപ്പിക്കും. അയ്യോ, ചായക്ക് വെള്ളം വച്ചത് തിളച്ചു കാണും. തന്തപ്പടിയുടെ മുമ്പില് ഇപ്പൊ ചെന്നാ ശരിയാവില്ല. കൂട്ടി നിർത്തി ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടായ ഞാൻ പെട്ടു. മൊബൈൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. തമ്പി സാറിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ബല? മതികല ഈ വീട്ടിലുള്ള കാര്യം അറിയാമല്ലോ. അവളിവിടെ കാലുകുത്തിയത് മുതൽ സ്വസ്ഥതക്കേടേയുള്ളൂ. തമ്പി സാറ് സ്വത്തുക്കളെല്ലാം കുഞ്ഞുമണിയുടെ പേരിൽ എഴുതി വെച്ചതുകൊണ്ടാ രവിക്ക് മതികലയുടെ സഹതാപം. അതിന്റെ പേരിൽ ഒരു സഹതാപത്തിന്റെ ആവശ്യമില്ല. വിതച്ചത് മാത്രം കൊയ്യുന്ന ജീവിയാ മനുഷ്യൻ. എന്റെ മകൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തു. എന്റെ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള അർഹത അവൾക്കോ അവളുടെ അമ്മയ്ക്കോ ഇല്ല ബാല. പക്ഷേ എനിക്ക് സ്വസ്ഥത വേണം തമ്പി സാറേ. പറ്റുമെങ്കിൽ ആ സ്വത്തുക്കൾ സാറ് തിരിച്ചെടുക്കണം. എന്നാലേ അവൾ ഇവിടുന്ന് ഇറങ്ങൂ. കൊള്ളാം, എലിയെ പേടിച്ച് ഇല്ലം ചുടുക അല്ലേ? ഇല്ലം സംരക്ഷിച്ചുകൊണ്ട് തന്നെ എലിയെ പുറത്താക്കാനുള്ള വിധേയമായ ഞാൻ വന്നിരിക്കുന്നു. അവളിവിടെ നിൽക്കുന്നത് രവിയുടെ ഭാര്യ എന്ന അവകാശത്തിന്റെ പുറത്തല്ലേ? രവി ഇവിടെ ഇല്ലെങ്കിൽ അവൾക്ക് ആ പേരിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഞാനിവിടെ ഉണ്ടല്ലോ. എന്റെ വീട് ഇതല്ലേ അച്ഛാ? വീടൊക്കെ ഇത് തന്നെ. പക്ഷേ നീ നിന്റെ കർമ്മത്തിന്റെ പാത ഒന്ന് മാറ്റിയേ പറ്റൂ. എന്റെ വണ്ടി ഓടിക്കേണ്ടത് നീയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, വണ്ടിയോ? തമ്പി സാർ എന്തൊക്കെയാ പറയുന്നത്? രവിയെ ഞാൻ ബാംഗ്ലൂരേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കരുതുന്നത്. കുഞ്ഞുമണിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ എന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം രവിക്കാണ്. ഇനി അവനാ ജോലി ചെയ്യട്ടെ. എടോ, വെറുതെ വേണ്ടടോ, മരുമകനാ, അടുത്ത അവകാശിയാ എന്നൊന്നും പറഞ്ഞ് ഞാൻ നിനക്ക് ശമ്പളം തരാതിരിക്കില്ല. അച്ഛന് ഒന്നും തന്നില്ലെങ്കിലും എനിക്കൊരു വിരോധവുമില്ല. പിന്നെ നിങ്ങളെന്താ വായു ഭക്ഷിച്ച് ജീവിക്കും? നോക്ക്, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്കായി രവിയെ കൊണ്ടുപോകുമ്പോ ഇവിടുത്തെ കാര്യവും നടന്നു പോണ്ടേ? അച്ഛാ, കുഞ്ഞിന്റെ ചോറൂണ് കഴിഞ്ഞിട്ട് വന്നാ പോരെ? മതി, പക്ഷേ അധികം വൈകണ്ട. അല്ല, ചോറൂണിന് തമ്പിസാറും വരണം. അത് കൊള്ളാം. എന്നെ കണ്ടതുകൊണ്ടല്ലേ സീത വിശേഷം പറഞ്ഞത്. അല്ലെങ്കിൽ തമ്പി സാറിനെ ആരും മൈൻഡ് ചെയ്യില്ല. അയ്യോ, അങ്ങനൊന്നുമില്ല. നമ്മള് തമ്പിസാറിനെ അറിയിച്ചേനെ അല്ലേ ബാലേട്ട? വീടെടുത്ത് കിടന്ന് ഉരുളണ്ട. സീത പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വാ, എനിക്കൊന്ന് കാണണം. ഒരു സമ്മാനം കൊടുക്കണം. രവി, കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് എന്റെ ചെക്ക് ബുക്ക് എടുത്തോണ്ട് വാ.
മാണിക്യമംഗലത്തെ അനന്തരാവകാശിയുടെ ചോറൂണ് നല്ല ഗംഭീരമായി നടക്കണം. അത് എന്റെ വക. മോളു, വാ വാ. ഓ, സുന്ദരി. അല്ല, ഇവളങ്ങ് വലുതായല്ലോ. ഉച്ച മുതൽ ഞാൻ ആ ഭദ്രകാളിയോട് പറയുക ഇതൊന്ന് അടുക്കി വെക്കാൻ. അനുസരിക്കത്തില്ല ആ വൃത്തികെട്ട മൃഗം. ഈ പറയുന്ന സുഭദ്ര തന്നെയാ കലയെ നിലത്ത് നിർത്താതെ ഓരോ പണി ഏൽപ്പിക്കുന്നത്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതെ ഓടി നടന്ന് ജോലി ചെയ്യുക ആ പാവം. പാവോ? ദേ, പല തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവളോട് ഒരു കരുണയും വേണ്ടാന്ന്. നിങ്ങൾ എന്റെ സൈഡോ അതോ അവളുടെ സൈഡോ അതാദ്യം പറ. അയ്യോ, ഞാൻ നിന്റെ പക്ഷത്താ സുഭദ്രേ. പക്ഷേ എന്തോന്ന് പക്ഷേ? ഭഗവാൻ കൃഷ്ണന്റെ കാര്യം പറഞ്ഞതുപോലെ എന്റെ കാര്യം. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോ അർജുനന്റെ തേരാളിയായ ഭഗവാൻ സ്വന്തം സൈന്യത്തെ മുഴുവനും ദുര്യോധനന് കൊടുത്തില്ലേ? അതുപോലെ നിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് കലമോളുടെ പക്ഷത്ത് നിന്നാ എന്താ കുഴപ്പം? അയ്യോടാ, ഒരു കിഡ്നായി ഒരു മയിൽപ്പേലിയും കൂടെ എടുത്ത് തലയിലോട്ട് ചുറ്റിക്കോ. ചിരിക്കണ്ട. പണ്ട് നാട് തണ്ടിയത് മുഴുവനും ഗോപികുമാരുടെ പിന്നാലെയായിരുന്നു ആർക്കറിയാം. എന്താ രണ്ടുപേരും കൂടി ഒരു തമാശ? ഞാനോടൊന്ന് കേക്കട്ടെ. എടാ രവി, ഞാൻ പണ്ട് ഗോപികമാരുടെ കൂടെ ഓടക്കുഴൽ വിളിച്ച് നടക്കുന്ന കഥ പറയായിരുന്നു. എങ്കിലേ അപ്പച്ചേപ്പന് ഇനി പുറത്തിരുന്ന് കുറച്ചേരം ഓടക്കുഴൽ ഊത്. എനിക്ക് അപ്പച്ചേമ്മയുടെ ഒരു രഹസ്യം പറയാനുണ്ട്. ആഹാ, ഈ വീട്ടിൽ ഞാൻ അറിയാത്തൊരു രഹസ്യവും. ഞാനും എന്റെ മക്കളും തമ്മിലെ അത്തരം ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഒന്ന് പോയാട്ടെ. ഓ, ശരി ശരി. എന്താ മക്കളെ? അതെ, മൊബൈൽ ഫോൺ തിരിച്ചെടുക്കാൻ വേണ്ടി മതികൾ എന്റെ മുറി മുഴുവൻ തരുന്നുണ്ട്. അവിടെ മുട്ടുകാൽ തല്ലി ഓടിക്കണം. അല്ല പിന്നെ പതുക്കെ. തൽക്കാലം ഇപ്പൊ അതൊന്നും വേണ്ട. അപ്പച്ചമ്മ ഒരു കാര്യം ചെയ്യും, ഈ ഫോൺ സൂക്ഷിച്ചു വെക്കണം. ഇത് എന്റെ കയ്യിലാണെന്നുള്ളതാണ് അവളുടെ ധാരണ. അവൾ അവിടെ തരട്ടെ. ഫോൺ അപ്പച്ചമ്മയുടെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത് കൊള്ളാം, അത് ബുദ്ധിയാ. പക്ഷേ നിന്റെ മുറിയിൽ അവള് ഫോൺ തപ്പി വരുമ്പോഴൊക്കെ ഒരു പിട അങ്ങ് വെച്ചു കൊടുക്കണം. അത് ഞാൻ ഏറ്റു. പിന്നെ ഞാനിത് ഫുൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുക. കോള് വല്ലതും വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. ആരേലും വിളിച്ച അവന്റെ കട്ട പോയാ. അല്ല മക്കളെ, ഇത് ഫോൺ വന്നാ എങ്ങനെയാ എടുക്കുന്നേ? ഇതിലിങ്ങനെ ചുണ്ണാമ്പ് തേക്കുന്നത് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പരിപാടിയൊന്നും അറിയത്തില്ല. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അച്ഛന്റെ കൂടെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാലും എനിക്ക് എന്റെ അപ്പച്ചമ്മയെ വിളിക്കാലോ. പോയാ പിന്നെ എന്നാ മക്കളെ കാണാൻ കഴിയുന്നത്? എന്തായാലും ഉടനെ ഒന്നും അങ്ങോട്ട് പോകുന്നില്ലല്ലോ. കുഞ്ഞുമണിയുടെ ചോറൂണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ യാത്ര. അതിനു മുമ്പ് ഈ ഫോണിന്റെ ഓപ്പറേഷൻ ഞാൻ പഠിപ്പിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ നമുക്ക് കോള് വന്നാൽ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ അങ്ങോട്ടോ? അത് കോള് കട്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇത് കട്ടായി പോവും. പിന്നെ ഇത് ഇങ്ങോട്ട് വരച്ചാല് നമുക്ക് ആരൊക്കെ വിളിച്ചെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ കുത്തി കുത്തി ഒന്നും വേണ്ട. അതൊന്നും വേണ്ട. ഇതാ ഇങ്ങോട്ടും 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 ഒക്കെ ചെയ്യാൻ പറ്റും. ആർക്കും കയറി ഹാർട്ടൊന്നും അയച്ചു കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാ പണി കിട്ടും. അതെ, പോകുന്നതിന് മുമ്പ് അപ്പച്ചമ്മേനെ ഞാൻ ഫോൺ വിളിക്കാൻ പഠിപ്പിച്ചിരിക്കും. ശരി മക്കളെ, അത് സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാണ്. എന്തു പറ്റി? രണ്ടുപേർക്കും ഒരു വിഷമം. കുട്ടിമണി വല്ല കുസൃതി ഓർപ്പിച്ചോ? കുട്ടിമണി കുസൃതിയും കുറുമ്പും ഒന്നും കാണിച്ചില്ല. പക്ഷേ അവക്ക് ഇവിടുത്തെ ഭക്ഷണം ഒന്നും തീരെ പിടിക്കുന്നില്ല. ഒന്നും നേരാവണ്ണം കഴിക്കുന്നില്ല. വലിയ ഇല്ലത്തെ കുട്ടിയാവുമ്പോ നമ്മളെ പോലുള്ള സാധാരണക്കാരുണ്ടാക്കുന്ന ഒന്നും ഇഷ്ടാവില്ല. വയലോരോ ഇല്ലത്തെ പാചകത്തിന് പ്രത്യേകം ദേഹണക്കാരൊക്കെ ഉണ്ടാവുമല്ലേ? പിന്നെ ഉണ്ടോന്നോ? എത്ര പേരാന്നറിയുമോ? കുട്ടിമണിക്ക് വെച്ച് വിളമ്പോ മാത്രം അവരൊരാളെ നിയമിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ അതാണ് അവള് പറയുന്ന ശീലാവതി ചേച്ചി അല്ലേ? അതെ അതെ അതെ, ശീലാവതി അന്തർജനം എന്നാണ് അവരുടെ മുഴുവൻ പേര്. പാചകത്തിന് പേര് കേട്ട് മാണിക്യമംഗലം ഇല്ലത്തെ അവര്. നമ്മൾ വെച്ച അതുപോലെയൊക്കെ ആവോ? ആ കുട്ടിക്ക് ആഹാരം തീരെ പിടിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും വലിയ സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും ആഹാരത്തിന്റെ കാര്യത്തില് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ലാത്തതാണല്ലോ അവക്ക്. ഏതായാലും ഞാൻ അവളടുത്തൊന്ന് ചോദിച്ചോക്കെ എന്താ പ്രശ്നമെന്ന്. അവളവിടെ? നിന്റെ മുറിയിലിരിപ്പുണ്ട്.
ആഹാ, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. കുട്ടിമണി, നീ എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്ക് ചിക്കൻ വേണം. എന്തോ ചിക്കനോ? എന്തോ പതുക്കെ പറ കുട്ടിപ്പണി, ആരെങ്കിലും കേട്ടാലേ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്താ ഇവിടെ ചിക്കൻ എന്ന് കേട്ടിട്ടില്ലേ? എന്റെ കുട്ടിപ്പണി, നീ നമ്പൂതിരിയാണെന്നാ ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. നമ്പൂതിരിമാര് ചിക്കൻ കഴിക്കാൻ പാടില്ല. ഞാൻ പോലും വീട്ടുകാരറിയാതെ രഹസ്യമായിട്ടേ കഴിക്കൂ. ഇതെങ്ങാനും അവരറിഞ്ഞ അന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. സമ്മതിക്കത്തില്ല. എനിക്ക് ചിക്കൻ വേണം. കുട്ടിപ്പണി ഒന്ന് ചിക്കൻ കഴിച്ചിട്ട് നാളെ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോവാ. എന്നിട്ട് നിനക്ക് വയറ് നിറച്ച് ഞാൻ ചിക്കൻ വാങ്ങിച്ചു തരാം. ഈ വീട്ടിലേക്ക് അത് കേട്ടാ പറ്റത്തുണ്ടോ കുട്ടിമണി? പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. എനിക്ക് ഇപ്പൊ തന്നെ ചിക്കൻ വേണം. കുട്ടിമണി, പുലിവാലായല്ലോ ഈശ്വര. രാഹുലൻ കടയിൽ പോയി പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചോണ്ട് വന്നാ മതി. ആരും അറിയാതെ നമുക്ക് ഈ മുറിയിൽ ഇരുന്നും കഴിച്ചാ. തീക്കളിയാ കുട്ടിമണി. എനിക്ക് വേണേ നിനക്ക് ചിക്കൻ അല്ലേ വേണ്ടു? ഞാൻ വാങ്ങിച്ചുതരാം. അതെ, നാളെ മുതൽ ഇവിടുത്തെ ഫുഡ് കഴിച്ചോണം. സമ്മതിച്ചോ? ശരി. പക്ഷേ ചിക്കൻ തിന്നണം തോന്നുമ്പോ വാങ്ങിച്ചു തരണം കേട്ടല്ലോ. ശരി, നോക്കാം. നോക്ക് നോക്ക്, വേഗം ആവട്ടെ. നീ ചോദിച്ചോ എന്താ അവൾ ആഹാരം കഴിക്കാത്തേന്ന്? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല അമ്മേ. ശീലാവതി അന്തർജനത്തിന്റെ ഭക്ഷണത്തിന്റെ ശൈലി അല്ലല്ലോ ഇവിടുത്തേത്. ആ ശൈലി മാറ്റം ഉൾക്കൊള്ളാനായിട്ടേ അവളൊരു ഗ്യാപ്പ് ഇട്ടതാ. നാളെ മുതൽ അവൾ ഇവിടുത്തെ ശൈലി ഉൾക്കൊണ്ടോളും. ഭക്ഷണത്തിനും ശൈലിയോ? പിന്നില്ലാതെ. ഇപ്പൊ ഇവിടുത്തെ ഭക്ഷണമാണോ വടക്കോട്ടുള്ളത്? കോട്ടയത്ത് മറ്റൊരു രീതിയല്ലേ? അതുപോലെ തന്നെ ശരിയായിരിക്കും. എന്തായാലും നാളെ മുതൽ അവള് കഴിച്ചോളൂല്ലോ. സമാധാനമായി. അതെ, അത് എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു. അത്യാവശ്യമായിട്ടൊന്ന് കാണുന്നു പറഞ്ഞു. കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം. എന്റെ ഫ്രണ്ട്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അമ്മേ ചേച്ചി, ചിക്കു വെയിറ്റ് ചെയ്ത് നിൽക്കാം. കുട്ടിമണിയകത്തേക്ക് ചിക്കുവിനെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. കുട്ടിമണി അമ്മ ഞാൻ പോയിട്ട് വരാം. ചിക്കുവോ? അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ അവന്? ആർക്കറിയാമേ. കൂടുതൽ ചോദിച്ച അവൻ പറയും ചിക്കു നമ്പൂതിരി എന്നാ മുഴുവൻ പേരെന്ന്. അമ്മ വാ, അടുക്കളയിൽ ജോലി ഒരുപാട് ബാക്കിയാ. ചിക്കൻ വാങ്ങിക്കുന്നത് പരിചയക്കാരും കാണാതിരുന്ന ചേട്ടാ, 4 പൊറോട്ട, ഒരു ചിക്കൻ ഫ്രൈ, ഒരു ചിക്കൻ കറി എടുത്തോ. കൊച്ചമ്പൂരിക്ക് 4 പൊറോട്ട, ഒരു ചിക്കൻ ഫ്രൈയും കറിയും. അയ്യോ പതുക്കെ, എനിക്കതൊന്നും പറയില്ലേ. രാജേശ്വരിയുടെ മകനല്ലേ നീ? ആണോ? അതെ. കുക്കിട മാംസം വിൽക്കുന്നിടത്ത് നിനക്കെന്തടാ കാര്യം? അത് മസാല ദോശ വാങ്ങിക്കാൻ വന്നതാ. മാമൻ പൊയ്ക്കോ. അങ്ങനെ പോവാൻ നിരീക്ഷിച്ചിട്ടില്ല. നിന്റെ മസാല ദോശ നമുക്കും കാണണേ. 260 രൂപ. ഒരു മസാല ദോശക്ക് 260 രൂപയോ? താങ്ക് യു. അവിടെ നിൽക്കുക. നിന്റെ അച്ഛൻ നമ്മുടെ ഗ്രാമത്തിലെ ഏറ്റവും നല്ല പൂജാരിയായിരുന്നു, അറിയോ നിനക്ക്? നിന്നെ ശബരിമല മേൽശാന്തി വരെ ആക്കണമെന്നാ രാജേശ്വരിയുടെ മോഹം. അത്തരം മോഹങ്ങളൊന്നും നടക്കില്ലെന്ന് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാലും കുക്കട മാംസം കഴിക്കാൻ പാടുണ്ടോ ഊട്ടി? ഇത് കുക്കട മാംസം അല്ല, മസാല ദോശയുടെ ഞാൻ പറഞ്ഞില്ലേ. നോമിനെ പറ്റിക്കണ്ട. മസാല ദോശയ്ക്ക് 40 രൂപയെ ഉള്ളതെന്ന് നോമിനറിയാം. അയ്യോ, ഇതേ സ്പെഷ്യൽ മസാല ദോശയാ. എങ്കിൽ നമുക്കൊന്ന് കാണണം. കുക്കട മാംസം ആയാൽ സഭ കൂട്ടി നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. സഭ കൂട്ടി നിങ്ങൾ എന്നെ അങ്ങ് തൂക്കി കൊല്ലും. എനിക്ക് പിന്നെ ഒന്ന് കാണണമല്ലോ.
നിഷേധം നന്നല്ല കേട്ടോ. എന്റെ ചേച്ചിയുടെ പ്രശ്നത്തിലൊന്നും ഇടപെടാൻ വേണ്ടി ഞാനും എന്റെ അമ്മയും കൂടി സഭക്കാരുടെ കാല് പിടിച്ചില്ലേ? തിരിഞ്ഞു നോക്കി നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. വേളി കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു വരന്റെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി. അതിന് സഭയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? വേളി കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ വയ്യ, കുക്കുട മാംസം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടാം അല്ലേ? അങ്ങനെയാണ് ശാസ്ത്രം. ഒരു ബ്രാഹ്മണ യുവാവ് വഴിതെറ്റുന്നത് എങ്ങനെയാ കണ്ടു നിൽക്കുന്നത്? അയ്യോടാ, അതെ, ഞാൻ വഴിതെറ്റിന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു അല്ലേ? സംശയമില്ല. ശരി, എന്നാ കേട്ടോ, ഇതേ കുക്കുട മാംസം തഞ്ഞ. എന്താ നിങ്ങക്ക് വേണോ? ശിവ എന്തായി പറയണേ? കഴിച്ചു നോക്കു മാമ. പിന്നെ എന്നും ഇത് കഴിക്കാത്ത ഉറക്കം വരില്ലെന്ന് സത്യം. റേച്ചൽ, നിനക്ക് ഞാൻ കാട്ടിത്തരണുണ്ട്. ഓ അല്ല മാമ, ഒന്ന് കഴിച്ചിട്ട് പോ മാമ. ഇത് കഴിച്ചിട്ട് പോ മാമ. ഒരൊറ്റ അടി കൊടുക്കണം സഭാ നേതാക്കൾ പോലും. ഇത് ഇവിടം വരെ എത്തിക്കാൻ പെട്ടപാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവൂ കുട്ടിമണി. പക്ഷേ കഴിച്ചാനോട്ടൊരു പാടില്ല, കണ്ടില്ലേ? അതെനിക്ക് കണ്ടപ്പോ മനസ്സിലായി. നിനക്കിതൊക്കെ പറയാം. ഈ ഗ്രാമത്തിലെ പാഷാണത്തെ ക്രിമിനലായ കുറെ ആൾക്കാരുണ്ട്. കഷ്ടകാലത്തിന് അതിലൊരാൾ കണ്ടു ഞാൻ ചിക്കൻ വാങ്ങിക്കുന്നത്. ഇനി എന്താവോ എന്തോ. എന്തിനാ പേടിച്ചേ? ധൈര്യമായിട്ട് ഞാനല്ലേ. നീ എന്നും ഉണ്ടാവൂ എന്റെ കൂടെ കുട്ടിമണി. എന്നും ചിക്കൻ വാങ്ങിച്ചു തന്നാല് ഞാൻ എന്നും ഉണ്ടാവും. ഉണ്ടാവും കേട്ടാ. അതെ, കഴിച്ചിട്ട് നീ എല്ലും മറ്റുമൊക്കെ കവർണാതാക്കി ഇവിടെ വെച്ചിരുന്നാ മതി. രാവിലെ ആരും അറിയാതെ ഞാൻ കൊണ്ടേ കളഞ്ഞോളാം. എല്ലാം ഞാൻ ബാക്കി വെച്ചേക്കിട്ടില്ല. ഞാൻ തിന്നും. ശരി ശരി, ഞാനേതായാലും പുറത്ത് കിടന്നോളാം. നീ വാതിലടച്ച് കുറ്റിയിട്ടോണേ. ശരി ശരി. വന്ന് വാതിലടക്ക്. അടച്ചോളാം, രാവിലെ പൊക്കോണ്ടേ. എണീറ്റ് വാടി ഇങ്ങോട്ട്. നീ ചിക്കൻ കഴിക്കുന്ന ആരും കാണാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇറങ്ങിയാൽ ഉടനെ നീ വാതിലടക്കണം. ശരി ശരി ശരി, ഞാൻ അടച്ചേക്കാം. പിന്നെ ഇങ്ങോട്ട് വരാൻ. പിന്നെ അവള് ചിക്കന്റെ കാര്യം കൊണ്ടിരിക്കോ? അടച്ചോണേ. ഓ പോ. സമാനായി. കൊറേ നേരം ആയല്ലോ രണ്ടുപേരും വാതിലടച്ച് അകത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോ വന്നതേ ഉള്ളൂ ചേച്ചി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊന്നും തീരെ ശരിയല്ല. ശാരീരികമായി ഒരു മുതിർന്ന പെണ്ണാ കുട്ടിമണി. അയ്യേ ചേച്ചി, ഇതെന്തോ ഈ പറയുന്നേ? അങ്ങനെ വല്ല മോഹങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോഴേ കളഞ്ഞേക്കാൻ പറഞ്ഞതാ. വലിയ തറവാട്ടിലെ കുട്ടിയല്ലേ, നമ്മള് സാധാരണക്കാരാ. അമ്മയ്ക്ക് കിട്ടുന്ന ഫാമിലി പെൻഷനാ ഏക വരുമാനം. ചേച്ചി, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്തിനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നേ? വലിയ ബന്ധം മോഹിച്ചു പോയൊരനുഭവം എനിക്കുള്ളതുകൊണ്ടാ. ശാന്തിക്കാരന്റെ മക്കൾ വളരെ കുറച്ചേ ആഗ്രഹിക്കാവൂ എന്നൊരു പാഠമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. അത് നിനക്ക് ഓർമ്മ വേണം. അരുതാത്ത മോഹങ്ങളൊന്നും ഞാൻ ഉള്ളിൽ വളർത്തില്ല ചേച്ചി. എന്റെ സിനിമാ മോഹം പോലും ഉപേക്ഷിച്ചിട്ടാ ഞാൻ കുട്ടിമണിയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഇതൊരു സ്ഥിരം ജോലിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഉടനെ വേറെ എന്തെങ്കിലും തൊഴിൽ ഞാൻ കണ്ടെത്തിക്കോളാം. ദേവസ്വം ബോർഡിന്റെ ഫാമിലി പെൻഷൻ അല്ലാതെ മറ്റൊരു വരുമാനം ഞാൻ ഈ കുടുംബത്തിൽ കൊണ്ടുവരും. പോരെ? ചേച്ചി ചെന്നൊരു പായം തരണം ഇങ്ങെടുക്ക്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ടു കൂടിക്കോളാം. എന്താ നാത്തൂനെ, കൊച്ചുമോളുടെ ചോറൂണിന് വിളിക്കാത്ത സങ്കടം ഇതുവരെ തീർന്നില്ലേ? അതങ്ങനെ പെട്ടെന്ന് തീരുവോ? ഓർക്കുമ്പോ ചങ്കു പൊടിയുവോ. സീതയെങ്കിലും വന്നൊന്ന് വിവരം പറയുമെന്നാ ഞാൻ കരുതിയേ. കാശുള്ള കൊച്ചിനെ കിട്ടിയപ്പം അവള് പഴയതെല്ലാം മറന്നു കാണും. പണത്തിന് മേലെ പരുന്നും പറക്കിടുന്ന് മാത്രമല്ല, പെറ്റമ്മയെ മറക്കുകയും ചെയ്യും. വല്യണ്ണം വന്നില്ലേ? വന്നിട്ടുണ്ട്. ആരോ ഫോൺ ചെയ്തപ്പോ അകത്ത് റേഞ്ച് കുറവാണെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുക. ആരാ വിളിച്ചത്? അറിയില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് കയറിപ്പോന്നു. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? എടി വനജേ, ശകുന്തളെ, നകുലിനാടി വിളിച്ചത്. അവരിങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അവരോ?
നകുലിന്റെ ഒപ്പം വേറെ ആരാ ഉള്ളത്? എടി സീതയുടെ കുഞ്ഞും നകളുടെ കൂടെ ഉണ്ടെന്ന്. അവൻ ശരിക്കുള്ള കുഞ്ഞിനെ കണ്ടുപിടിച്ചു എന്ന്. നേരെയാണോ ഈ പറയുന്നേ? നിന്നാണ് നേര്. ഞാൻ പറഞ്ഞില്ലേ നകുലം മിടുക്കനാണെന്ന്. പിന്നെ എങ്ങാണ്ട് തെണ്ടിക്കൊച്ചിനെ എടുത്തോണ്ട് വന്നതാ വലിയ മിടുക്ക്. ഇങ്ങനെയൊന്നും പറയല്ലേ. സീത പ്രസവിച്ച കുഞ്ഞിനെയാ തിരിച്ചു കിട്ടിയേക്കുന്നെങ്കിൽ അതിനപ്പുറം ഒരു ഭാഗ്യമുണ്ടോ? പ്രസവിച്ചതായാലും വളർത്തിയതായാലും കുഞ്ഞിന് കാശുണ്ടോ? ഉണ്ടെങ്കിൽ ഭാഗ്യമുണ്ട്. സീതയുടെ കയ്യിലിരിക്കുന്നത് ആ രാജകുമാരി, വരാൻ പോകുന്നതല്ല. ഒരുമ്പെട്ടവളെ, ഇത്തരം ചൊറിയുന്ന വർത്താനവുമായി നകളുടെ മുമ്പിൽ ചെന്ന പെറ്റ തള്ളയാണെന്നൊന്നും അവൻ നോക്കത്തില്ല. നിന്റെ നാക്കരിയോ അവൻ. അവനെ പൂക്കൊടിയുടെ ചോരയാ. ഞങ്ങൾക്ക് കാശും പണമൊന്നുമല്ല വലുത്, പറഞ്ഞ വാക്കും വാക്കിനൊത്ത പ്രവൃത്തിയുമാണ്. കാശുള്ളവനെ കയറി അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഈ കൊമ്പത്തെ പൂക്കൊടിയുടെ ചോര കൂടി ചേർന്നതല്ലേ സീത? എന്നിട്ടോ വാക്കിനത്തെ പ്രവൃത്തിയാണ് അവള് കാണിച്ചത്. കാശുള്ളവളെ അവള് മോളേന്ന് വിളിക്കുന്നില്ലേ? ദേ, ഈയിടെയായി നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. നിർത്താൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാനൊന്നും പ്രസംഗിക്കാൻ വരുന്നില്ല. പറ്റുമെങ്കിൽ കാശുള്ള കൊച്ചിനെ സീതയും കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ നകുലിനോട് പറ. ആ അഭിപ്രായം മാത്രമേ ഉള്ളൂ എനിക്ക്. ഈ അഭിപ്രായം നിന്റെ മോനോട് നീ നേരിട്ട് പറ. എന്നിട്ട് കിട്ടുന്നതും തന്നെത്താനെ വാങ്ങിച്ചോ. ഇത് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായമായിട്ട് പറയാമെന്നാ എന്റെ ഒരു ഇത്. അത് നടക്കില്ല. നകുലന്റെ അഭിപ്രായം എന്തോ അത് തന്നെ ഈ പൂക്കൊടി രാഘവന്റെ അഭിപ്രായം. ഞങ്ങളെ ഒറ്റക്കെട്ട. ഓ, നാത്തൂൻ എന്ത് പറയുന്നു? ഞാൻ സീതയുടെ കുഞ്ഞിന്റെ ഭാഗത്താ. സ്വത്തുള്ള കുഞ്ഞോ ഇല്ലാത്ത കുഞ്ഞോ? രണ്ടുമല്ല, സീത പ്രസവിച്ച കുഞ്ഞിന്റെ ഭാഗത്ത്. അതിന് കാശുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കു വനജെ. നീയും പൂക്കൊടിയുടെ ചോരയാ. നകുലന്റെ മടിയിരുന്ന് വന്നോണ്ടിരിക്കുന്നത് തന്നെയാ നമ്മുടെ കുഞ്ഞ്. അല്ല പിന്നെ മാഡം, കുട്ടിമണിയെ കൊണ്ടുപോയത് മഹാദേവൻ തമ്പി സാർ തന്നെയാണെന്ന് അന്വേഷിക്കണ്ടേ? എന്തിന്? അയാൾ തന്നെയാവും ഇതിന് പിന്നില്. ആ മനസ്സുജനം കാണും കൂട്ടത്തില്. ആ, അവൾ പോയതിൽ ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും മനസമാധാനം ഉണ്ട് ഇപ്പൊ. നീ കണ്ടില്ലേ നമ്മൾ രണ്ടുപേരും എത്ര സൗര്യമായിട്ടാ ജീവിക്കുന്നത്? ശരിയാ മാഡം. മാഡത്തിന്റെ പഴയ ദേഷ്യവും തെറിവിളിയും ഒക്കെ മാറി തങ്കപ്പെട്ട മാഡമാ ഇപ്പോ. എന്റെ ഭാഗ്യം. ഡീസന്റ് ആയിട്ട് ഞാനൊരു ചായ എടുക്കട്ടെ മാഡം? വേണ്ട വേണ്ട, നിന്റെ ചായ കുടിക്കാനുള്ള സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ശരി മാഡം. അല്ല, മതികല മാഡത്തോട് പറഞ്ഞോ കുട്ടിമണി ഇവിടുന്ന് പോയ കാര്യം? ഇല്ല, എന്റെ ഭാഗ്യത്തിന് പിന്നെ അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചാ എന്തു പറയുന്നോർത്തുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. അയ്യോ മാഡം, ഉള്ള കാര്യം നേരത്തെ വിളിച്ചങ്ങ് പറയുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ പ്രശ്നമാവേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുട്ടിമണി പോയ കാര്യം തൽക്കാലം ഞാൻ അവളോട് പറയുന്നില്ല. കൊള്ളാം കൊള്ളാം, കിട്ടിത്തം പറയാതെ. അങ്ങനെയൊക്കെ ചെയ്താ മതികല മാഡത്തിന് ദേഷ്യം വരുമെന്നേ. ഒന്നാലോചിച്ചു നോക്ക്. കുട്ടിമണിയും കൊണ്ട് തമ്പി സാർ വയലൂരും വീട്ടിലേക്ക് ചെന്നാലോ? അവിടെയുള്ള മതികല മാഡത്തിന്റെ ഏജന്റുമാര് ആ വിവരം അപ്പൊ തന്നെ വിളിച്ചു പറയില്ലേ? അയ്യോ, അങ്ങനെ ഇങ്ങനെ നടക്കുന്നതിന് മുമ്പ് മാഡം തന്നെ ആ വിവരം വിളിച്ചു പറയുന്നതാ നല്ലത്. നീ പറയുന്നത് ശരിയാ. ഇതിനകം തന്നെ അയാൾ അവിടെ ചെന്ന് കണ്ടോന്ന് ആർക്കറിയാം. ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. അമ്മയും മോളും തമ്മിലൊരു ഉഗ്രൻ പോട്ടി തന്നെ നടക്കും. ആ എലി പിന്നെയും വന്നോ? അമ്പടാ കള്ള, നീ ഇവിടുന്ന് എന്റെ തുണിയൊക്കെ കരണ്ട് തിന്നായിരുന്നല്ലയോ? അങ്ങനെ വരട്ടെ. ഇതായിരുന്നു ഇവിടുത്തെ എലി. എങ്ങനെ വരച്ചാലാ ഈ ഫോൺ എടുക്കാനൊക്കെ ഒന്ന് രവി പറഞ്ഞത്? ആ മോളെ മതി, അമ്മയാ. നീ അമ്മയാണെങ്കിൽ ഞാൻ അപ്പച്ചി അമ്മയാടി. എല്ലാം നീയും അവളും കൂടെ ഒത്തോണ്ടുള്ള നാടാങ്കളിയായിരുന്നു അല്ലേടി? പൂതനെ, നിന്നെ പത്ത് പറയാൻ വേണ്ടി നോക്കിയിരിക്കുന്നടി ഞാൻ. വൃത്തികെട്ടവളെ, രാക്ഷസി, പിശാച്, യക്ഷി.
മാഡം, മാഡത്തിന്റെ മുഖം എന്താ ഒരുമാതിരി ചാണകം ചവിട്ടി പോലെ? ആ ശരി ശരി, ആ ഞാനിപ്പോ കൊടുക്കാം. ആ എന്നാ ശീലാവതി, നിന്നെ അന്വേഷിക്കുന്നു. ഹലോ, ഞാൻ ശീലാവതിയാ മാഡം. നീ ഒരു ശീലാവതി ചമയണ്ടടി. നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാടി. ശീലാവതി പോലും ശീലാവതി എരപ്പേ കാട്ടാനെ. മതികല മാഡം, അമ്മയോ അടുത്തുണ്ട്, കൊടുക്കാം. മതികല മാഡത്തിന് ഫോൺ കൊടുക്കും മാഡം. ഇതാ. അയ്യടാ, അവളൊരു മതികല മാഡം. എടി അവളെ ഞാൻ അരിഞ്ഞരിഞ്ഞ് ഭരണിയിൽ ഉപ്പിലിട്ടോണ്ടിരിക്കുക. ഉപ്പ് നല്ലോണം പിടിച്ചു കഴിയുമ്പം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് കൊടുത്തു വിടാം. ഹലോ, എന്റെ മോൾ എവിടെ? അവൾക്ക് ഫോണൊന്ന് കൊടുക്ക്. അയ്യടി, കൊടുക്കാൻ സൗകര്യല്ലടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് കുന്ത്രാണ്ട എടുക്കാനും വയ്ക്കാനും ഒന്നും അറിയാത്തതാ. എന്റെ ചീത്ത വിളി കേൾക്കണ്ടെങ്കിൽ നീ തന്നെ മതിയാക്കിക്കോ. നീ വയ്ക്കുന്നതോടെ നിന്നെ ഞാൻ ചീത്ത വിളിക്കോടി. താടകെ പൂതനെ. ഞാൻ തളർന്ന്. വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിക്കാതെ പറ്റത്തില്ല. സമാധാനമായി. അവളുടെ ഒരു ഫോണ് എനിക്കിട്ട് തറയിലടിക്കാൻ തോന്നുന്നു. വയലോരം വീട്ടിലെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. അവിടെ മതിക്ക് എന്തു പറ്റിയോ ആവും. മതികല മാഡം വയലോരം വീട്ടിലായിരുന്നു മാഡം? അതെ, അപകടമാണെന്ന് ഞാൻ പറഞ്ഞതാ, അവള് കേട്ടില്ല. ഇനി സംശയിക്കണ്ട മാഡം, അവര് മിക്കവാറും മതികല മാഡത്തെ തട്ടിക്കാണും. പെറ്റമ്മയെ കൊല്ലാൻ കൂട്ടുന്നവളോട് ഉറക്കാൻ ഒരു മകനും കഴിയില്ല മാഡം. ബാലസാറും രവിസാറും കൂടി തീർത്തു കാണും. സഞ്ചയനത്തിന് എന്തെങ്കിലും ബാക്കി കണ്ടാ മതിയായിരുന്നു. നെഞ്ചിനകത്തൊരു പുകച്ചില്. സീത പോയി എന്നറിയുമ്പം എന്തായിരിക്കും അവന്റെ പ്രതികരണം? വലിയ പ്രതീക്ഷയോടെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് കൊച്ചുമായി വരുന്ന വരവാ. എന്താ വല്യണ്ണ, നെഞ്ചിന് വിമിഷ്ടം വല്ലതും ഉണ്ടോ? ഓ, അത് ഗ്യാസിന്റെ ആയിരിക്കും. നിങ്ങൾ പെണ്ണുങ്ങളങ്ങ് അകത്ത് പോയിക്കേ, ഞാനൊരു തഞ്ചത്തെ കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാം. ആ ശരി. ഞാൻ പോവില്ല. സീത പോയിന്നറിഞ്ഞ നകുലും കഴുത്ത് കണ്ടിക്കുന്നൊക്കെ അല്ലേ വല്യണ്ണൻ പറഞ്ഞേ. അവൻ ആദ്യം എന്നെ കൊല്ലട്ടെ. ആ, ഇതാ ഉടപ്പറന്ന ആളുടെ സ്നേഹം. കൂടെ കിടക്കുന്നവളെ കേട്ട പാതി കേൾക്കാത്ത പാതി കയറിപ്പോയി. മൂദേവി, നീ വിഷമിക്കൊന്നും വേണ്ട വനജെ. അവൻ ചിലപ്പോ ദേഷ്യപ്പെടുമായിരിക്കും. എന്നെ കൊല്ലത്തും പറ്റൂല്ല. നീ അകത്തോട്ട് ചെല്ലും. ഞാൻ പോവില്ല വല്യണ്ണ, എനിക്ക് വല്യണ്ണനെ വേണം. കയറിപ്പോടി അകത്ത്. ആദ്യം എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നവളെ കുരുതി കൊടുത്തിട്ട് എനിക്ക് ജീവിക്കണ്ടിരിക്കും. എന്നോട് പോകാനാ പറഞ്ഞത്. വല്യണ്ണ, പോകാൻ. വാ ചന്തു. ആ, ഇതാണ് സീത പ്രസവിച്ച കുഞ്ഞ്, ആൺകുട്ടി. മറ്റതാ പൊട്ടിയുടെ കുഞ്ഞാ. ചന്നു മക്കളെ, നീ പൂക്കുടി അപ്പൂപ്പനെ കണ്ടോ? സീത എവിടെ? ഇവന് പാല് കൊടുക്കണം. വരുന്ന വഴി മുഴുവൻ കരച്ചിലായിരുന്നു. ഒരു കുപ്പി വാങ്ങി പാല് കൊടുക്കാൻ മേലായിരുന്നു. അതൊക്കെ കൊടുത്തു. പക്ഷെ ഇവനെ ജനിച്ചിട്ട് ഇന്നേ വരെ മുലപ്പാല് കുടിക്കാൻ യോഗമില്ലാതിരുന്നവനാ. യാത്രക്കിടെ ഞാനങ്ങ് തീരുമാനിച്ചു, ഇവനിനി അമ്മയുടെ പാല് കുടിച്ചാൽ മതിയെന്ന്. ഇവനിനി എന്റെ മകൻ, പൂക്കോടി നകുലിന്റെ ആദ്യത്തെ സന്താനം. ഞാനിവനെ സീത ഏൽപ്പിക്കട്ടെ. ചന്തു, വാ.
സീതേ, എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കാണട്ടെ. ഇങ്ങ് താന്നകില്ല. സീത എവിടെ? ഞാൻ ഇവൻ അവൾക്കെ കൈമാറും. വിളിക്കേ. ഇവൻ ഇത്തിരി പാല് കൊടുത്തിട്ട് എന്റെ ഒപ്പം ഇറങ്ങി വരാൻ പറ. അത് നിങ്ങൾ ഇവനോടെല്ലാം പറഞ്ഞില്ലേ? എന്തു പറഞ്ഞില്ലെന്നാ നിങ്ങൾ ചോദിച്ചത്? കുഞ്ഞിനെ ഇങ്ങ് താന്നകില്ല. ഇല്ല. സീത വിളിക്കേ. സീത ഇവിടെ ഇല്ല. ഇല്ലെന്നോ? എവിടെ പോയി? അവളെ വയലോരം വീട്ടുകാർ കൊണ്ടുപോയി. പോകല്ലേ പോകല്ലേ എന്ന് ഒരുപാട് പറഞ്ഞതാ. പക്ഷെ ആ പൊട്ടിയുടെ കൊച്ച് അവളുടേതാണെന്ന് അവൻ വിശ്വസിപ്പിച്ചു. കാന്തം കൊണ്ട് ഇരുമ്പിനെ പിടിക്കുന്നവരെ അവരെ സീതയെ കൊണ്ടുപോയി. ഇതിനൊന്ന് പിടിച്ചേ. ചന്തു, നീ വാടാ, നമുക്ക് പണിയുണ്ട്. അയ്യോ നിക്കണ അവിടെ. നിക്ക്. എന്താ നിന്റെ ഭാവം? കുത്തി കീറും ഞാൻ അവളെ. നാടായ നാട് മുഴുവൻ തെണ്ടി ഈ കൊച്ചിനെ കണ്ടുപിടിച്ചത് കൂടെ പൊറുക്കാന്നുള്ള അവളുടെ വാക്ക് വിശ്വസിച്ച എന്നെ ചതിച്ച കൊല്ലും ഞാൻ. സീതയെ പഴിച്ചിട്ട് എന്താ കാര്യം? പക തീർക്കേണ്ടത് അവളോടല്ല, കള്ളം പറഞ്ഞ് അവളെ കൊണ്ടുപോയ വയലോരം വീട്ടുകാരോടാ. ശരിയാ നകുല. ഈ ഞാൻ പോലും വിശ്വസിച്ചത് സീതയുടെ കുഞ്ഞ് അത് തന്നെയാന്ന. സീത ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ തെറ്റിദ്ധരിപ്പിച്ചതാ. ആയിക്കോട്ടെ, എന്നാലും എന്നെ മറന്ന് അവള് പോവാൻ പാടണ്ടോ? എന്റെ ജീവൻ പണയം വെച്ച ഈ കൊച്ചിനെ ഞാൻ നേടിയത്. പെറ്റ വയറല്ലേ, നെഞ്ചിൽ പാല് നിറഞ്ഞു തോന്നുന്ന സങ്കടം സഹിക്കാൻ പറ്റില്ല നകുല. ആ പ്രതികാരം വീട്ടേണ്ടത് ആ വയലൂരം വീട്ടിലെ ചെറ്റകളോടാ. ഈ കുഞ്ഞുമായി കയറി ചെന്നിട്ട് സീതയോട് പറയണം, ഇതാ നീ പെറ്റ മകനെന്ന്. അവളെ വെറും മണ്ടിയാക്കി രസിച്ചിരിക്കുന്ന പന്ന കൂട്ടങ്ങളുടെ മുന്നിലൂടെ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരണം. ഇതാ കൊച്ചെന്ന് പറയുമ്പോ സീത വിശ്വസിച്ചില്ലെങ്കിലോ? വിശ്വസിപ്പിക്കും ഞാൻ. സീത പ്രസവിച്ചത് ആൺകുഞ്ഞാണെന്നുള്ളതിന് തെളിവുണ്ട് എന്റെ കയ്യിൽ. ആ ധൃതി വയ്ക്കാതിരുന്നാൽ വയലൂരം വീട്ടിലെ തെണ്ടി പരീക്ഷകളെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു അവസരമുണ്ട്. ആ പൊട്ടിയുടെ കൊച്ചിന് സീതയും ബാലനും ചേർന്ന് ചോറ് കൊടുക്കാൻ പോവുക. നാളെ നമ്മളെയൊക്കെ ഒഴിവാക്കി അമ്പലത്തിൽ വെച്ച് ചടങ്ങ് നടത്താനാ പ്ലാൻ. ആ സമയത്ത് ഈ കൊച്ചിനെയും കൊണ്ട് ചെന്നാൽ എന്താകും കഥ? ഒരു ബോംബ് വന്ന് വീണതുപോലെ ആകില്ലേ? അയ്യോ, അതൊന്നും വേണ്ട വല്യണ്ണ. ഞാൻ വയലോരം വീട്ടിലേക്ക് പോവാം. എന്നിട്ട് അവളോട് പറയാം, നീ പെറ്റ കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെന്ന്. അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. അതിലും നല്ലത് ചോറൂണിന്റെ സമയം. വയലോരം വീട്ടിലെ അലവലാദികൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയം. അപ്പൊ തന്നെ വേണം സീത സത്യങ്ങളെല്ലാം അറിയാം. ആ ചോറൂണ് മുടങ്ങണം. പകരം സീതയെ അരികിലിരുത്തി ഞാൻ ഇവന് ചോറ് കൊടുക്കും. അവളെയും ഇവനെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. കൊച്ചിത് തന്നെയാണല്ലോ, അതോ ഇത് കുട്ടുമണിയുടേതും മറ്റൊരു സീതയുടേതും ആകുമോ? വിഡ്ഢിത്തം പറയാതിരിക്കെ. എല്ലാ രേഖകളും ഉണ്ട് എന്റെ കയ്യിൽ. എന്റെ നീണ്ട യാത്രകളുടെ ക്ലൈമാക്സ് നാളെയാണ്. പൊളിച്ചടുക്കും ഞാൻ എല്ലാത്തിനും. നേരെ എഴുതി കുട്ടിമണി. ശരിയാണോക്കെ ശരിയാണോക്കെ. ബാക്കിയുടെ എഴുത്. കർമ്മദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നോ? ഈ കുടുംബത്തിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. അല്ല അല്ല, ഈ രാഹുലിന്റെ അമ്മ എന്നതേ പറയുന്നേ? എന്തിനാ കരയുന്നേ? രാഹുലിനെ കുറിച്ച് ഓർത്ത് തന്നെ മോളെ. നിന്നെ പോലെ അന്തസ്സും ആഭിജാത്തിയുള്ള ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് അവൻ ഈ കാണിച്ചത് ശരിയാണോ? അല്ല, അതിന് രാഹുൽ എന്നാ കാണിച്ചേ? ഈ കുടുംബത്തിന്റെയും മരിച്ചുപോയ അച്ഛന്റെയും സൽപ്പേര് അവൻ കളങ്കപ്പെടുത്തി. ഓ, രാഹുൽ ചെയ്ത് ഒട്ടും ശരിയായില്ല. നമുക്ക് ചോദിക്കാം കേട്ടോ, ചോദിക്കാം. എടാ, ഒരടി മുന്നോട്ട് വെക്കരുത്. എടാ, ഒരടി മുന്നോട്ട് വെക്കരുത്. ഇനി നിന്നെ എനിക്ക് കാണണ്ട. അരുതാത്തത് ചെയ്യുന്നതിന് മുമ്പ് നീ ഞങ്ങളെ ഓർത്തോ? മരിച്ചുപോയി നമ്മുടെ അച്ഛനെ ഓർത്തോ?
എന്നെങ്കിലും ഓർത്തൊന്ന് ചോദിക്കേച്ചി. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ഒരു തെറ്റും ചെയ്തില്ലേ? എന്റെ മുഖത്ത് നോക്കി പറയടാ അത്. ISS ചേർന്ന തീവ്രവാദികളെ വീട്ടുകാരെ തള്ളി പറയുന്നത് പോലെ എന്നോട് പെരുമാറാൻ മാത്രമേ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലേ? നീ മാംസം ഭക്ഷിച്ചില്ലേ? അയ്യോ, ഞാനോ? എപ്പോ? പറയടാ. ഇന്നലെ നീ കോഴി മാംസം കഴിച്ചില്ലേ? നീ ഇന്നലെ കോഴിമാംസം വാങ്ങിയതായി അറിയാത്ത ആരുമില്ല ഈ ഗ്രാമത്തില്. നമ്മുടെ കുടുംബത്തിന് ഊര് വിലക്ക് കിട്ടും, ഉറപ്പാ. ഒന്ന് പോ അമ്മ. ഊര് വിലക്കുന്നു. അമ്മ എന്ത് പേടിക്കാതിരിക്കുന്നുണ്ടോ? തട്ടുകടന്ന് ചിക്കൻ വാങ്ങിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ അതെന്റെ ഫ്രണ്ടിന് വേണ്ടിട്ടായിരുന്നു. ഫ്രണ്ടിനോ? അതെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ഒരു ഫ്രണ്ടിനെ പറ്റി. ചിക്കു ഇച്ചിരി പൊറോട്ട ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാൻ അവൻ എന്നെ വിളിച്ചത്. ഞാൻ കേട്ടതാ. അപ്പൊ ഈ രാഹുലും പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ നിർബന്ധിച്ചു. അപ്പൊ പിന്നെയും പറഞ്ഞു പറ്റത്തില്ല. പിന്നെയും സമ്മതിച്ചു അല്ലേ? കേട്ടോ, പിള്ള മനസ്സിൽ കള്ളയില്ലെന്ന സാക്ഷി പറയാൻ കുട്ടിമണി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എങ്കിൽ നീ ഇന്നലെ മാംസം കഴിച്ചിട്ടില്ലെന്ന് എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യടാ. ഞാൻ ഇന്നലെ മാംസം കഴിച്ചിട്ടില്ല. അമ്മയാണ് സത്യം. ഞാൻ സത്യം ചെയ്യാം. നീ എന്തിനാ സത്യം ചെയ്യാൻ പോണേ? ശരി ശരി. ഇനി മേല മാംസം വാങ്ങിച്ചേക്കല്ല കേട്ടാ. കേട്ടാ രാവില? ഇല്ല കുട്ടിമണി, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. തക്കാലത്തേക്ക് ക്ഷമിച്ചിരുന്നു. നീ ചിക്കൻ വാങ്ങിയത് കുട്ടിമണിക്ക് തീരെ ഇഷ്ടായിട്ടില്ല. ഇഷ്ടാവില്ല. വലിയ തറവാട്ടിലെ കുട്ടിയല്ലേ, അതാ. എന്തായാലും ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യണം. കുളിച്ച് ശുദ്ധമായി 108 ഒരു ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ഇനി ഭക്ഷണം കഴിച്ചാൽ മതി. പോരാ, 108 തികച്ചു വേണം. നടക്കുക. ഞാൻ പെട്ടുമണി. നമ്മുടെ ക്ലാസ് തുടരാം. അവ മാംസം കഴിച്ചിട്ടില്ലെന്ന് കേട്ടപ്പോഴാ സമാധാനായത്. അതാണ് എന്ത് സമാധാനായി. എന്റെ പറ എഴുത്. എഴുതിക്കോ. കോഴി എഴുതിയാലോ? കോഴി. ഇങ്ങനെയാണോ കോഴി എഴുതുന്നേ? പിന്നെ ഇങ്ങനല്ലേ? അയ്യോ പോലീസ്! മാഡം, മാഡം പോലീസ്! പോലീസോ? കുട്ടിമണി ഇവിടെ. കുട്ടിമണിയോ? ഇവിടെ അങ്ങനെ ആരുമില്ല. നുണ പറയണ്ട. ജാമ്യത്തിലിറങ്ങിയ നിങ്ങളുടെ മകൾ മതികല ഹോസ്പിറ്റലിൽ നാടകം കളിച്ച് കുട്ടിമണിയെ കടത്തിയത് മുതലുള്ള സകല കഥകളും അറിഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. കുട്ടിമണി പെങ്ങൾ ഇവിടെ ഉള്ളത് ഞാനും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സംഘം ചേർന്ന് ഗൂഢാലോചന, ആൾമാറാട്ടം, തട്ടിക്കൊണ്ടുപോവൽ, അനധികൃതമായി തടഞ്ഞുവെക്കൽ, ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഒരുപാടുള്ള കേസാ. പറയടി, കുട്ടിമണി ഇവിടെ. എനിക്കറിയില്ല മാഡം. മനസ്സിന് സുഖമില്ലാത്ത ഞാനും എന്റെ ഈ ജോലിക്കാരി മാത്രമേ ഉള്ളൂ ഇവിടെ. നേരാണോടി? മാഡത്തിന് തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞത് നേരാ. എന്ന് വെച്ചാ ബാക്കിയൊന്നും നേരല്ലെന്നാണോ? കമോൺ സെർച്ച്. യെസ് മാഡം. മാഡം, മഹാദേവൻ തമ്പി സാർ പറഞ്ഞത് കുട്ടിമണിയെ സാർ ഇവിടെ കണ്ടു തന്നെയാ. ഇവരെന്റെ കുട്ടുവിനെ ഉപദ്രവിച്ചിരുന്നു മാഡം. പല പ്രാവശ്യം അവളെ ഒഴിവാക്കാനായിട്ട് പലരുടെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടാ പലപ്പോഴും അവൾ രക്ഷപ്പെട്ടിരുന്നത്. ഇങ്ങനെ കള്ളം പറയല്ലേ മനസ്സിജ. ഞാൻ കുട്ടിമണിയെ കണ്ടിട്ട് മാസങ്ങളായി. അവൾ ഇവിടെ എങ്ങും ഇല്ല. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ദേ ഈ ശീലാവതിയോട് ചോദിക്കേ. അവരോട് ചോദിക്കും മാഡം. മനസ്സിൽ ഇത്തിരി നന്മയുള്ള സ്ത്രീയാവതി. ഇത്തിരിയല്ല, ഈ ശരീരം മുഴുവൻ നന്മയാ മാഡം. എങ്കിൽ പറ, കുട്ടിമണി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല മാഡം. കണ്ടോ 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 കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? സർച്ച് നടക്കണല്ലോ, അത് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്താ വേണ്ടതെന്ന്. ഇവിടെ ഒരു പെൺകുട്ടിയില്ല മാഡം. എല്ലാ റൂമും തുറന്ന് പരിശോധിച്ചില്ലേ? മാഡം, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇതിലെന്തോ ചതിയുണ്ട്. കുട്ടുവിനെ ഇവരിവിടുന്ന് മാറ്റിക്കാണ് മാഡം. കുട്ടിമണി പെങ്ങളെ ഞാനിവിടെ കണ്ടതാ മാഡം. ഈ വേലക്കാരി ഒപ്പുണ്ടായിരുന്നു. നേരാണോടി? നേരാ മാഡം. എന്നിട്ട് നീ എന്തിനടി അല്പം മുമ്പ് അവളിവിടെ ഇല്ലാന്ന് പറഞ്ഞത്?
കുട്ടിമണി ഇവിടെ ഉണ്ടോന്ന് മാഡം ചോദിച്ചു. ഉള്ള സത്യം ഞാനങ്ങ് പറഞ്ഞു. ഇല്ല അന്ന്. ഈ പിച്ചള വന്നപ്പോ അവൾ ഇവിടെ ഉണ്ടായിരുന്നു മാഡം. ഇപ്പൊ ഇല്ല. ഊടായിപ്പ കേസാ നീ. രണ്ടിടം തരകടി. വേണ്ട വേണ്ട മാഡം, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. കുട്ടിമണി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ 2 ദിവസം മുമ്പ് കാണാതായി. മര്യാദക്കെല്ലാം തുറന്നു പറയുന്നത് നല്ലത്. ഞാൻ പറയാം, എല്ലാം പറയാം മാഡം. പിടിവിട് മാഡം. മതികലാ മാഡം കുട്ടിമണിയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരുന്നു. ഒരുപാട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ 2 ദിവസം മുമ്പ് കാണാതായി മാഡം. കാണാതായിരുന്നോ? അതെ, രാത്രി വീടിന്റെ മുൻവശത്ത് ഞാനും കുട്ടിമണിയും നിൽക്കുകയായിരുന്നു. ഈ മാഡം വന്ന് എന്നോട് അകത്ത് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. ആ സമയത്താ മാഡം കറണ്ട് പോയത്. കറണ്ട് വന്ന് ഞാൻ തിരിച്ചു ചെന്ന് നോക്കുമ്പോ ജലജ മാഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിമണിയെ കാണാനില്ല. എങ്കിൽ ഇവരെന്റെ കുട്ടിമണി എന്തെങ്കിലും ചെയ്തു കാണും മാഡം. പറയടി, കുട്ടിമണി നീ എന്താ ചെയ്തത്? അയ്യോ, അവളെ ഞാൻ കൊന്നു, ചോര കുടിച്ചു. അയ്യോ, ഇത് വട്ടളകീത മാഡം. തലയ്ക്ക് സുഖമില്ലാത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഒക്കെ അഭിനയം മാഡം. തൂക്കിയെടുത്ത് അകത്തിടുക വേണ്ടത്. അയ്യോ അല്ല പിച്ചലേ, ഇത് ഭ്രാന്ത് തന്നെയാ. ആരെവിടെ? എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ. ശീലാവതി, അടിയൻ. നാം ഭ്രാന്തിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കൂ. ഇവർ സംതൃപ്തരാവട്ടെ. ഭ്രാന്തി കൊന്നാലും തിന്നാലും കേസില്ല. മാഡം പോ. ഓ, അപ്പൊ അഭിനയായിരുന്നല്ലേ? എന്തും കരുതാം. ഭ്രാന്തിയാ ഞാൻ, മുഴുവൻ ഭ്രാന്തി. നിർത്തടി. Yeah.